ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഇലക്ട്രിക്കൽ എക്സാം സ്റ്റഡി ഹബ്. അപ്പോൾ നമ്മളിപ്പോൾ ഓപ്പറേറ്ററിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് 15 ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. 16th വൺ, ടു മാഗ്നറ്റൈസ് എ സ്റ്റീൽ ഈസ് ഡിഫിക്കൽട്ട് ബിക്കോസ് ഓഫ് ഇറ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റീലിനെ മാഗ്നറ്റൈസ് ചെയ്യുന്നത് ഡിഫിക്കൽട്ടാണ്. അതിനുള്ള കാരണമാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, ഓപ്ഷൻ എ ഹൈ ഡെൻസിറ്റി, ഓപ്ഷൻ ബി ഹൈ റീറ്റൻറ്റിവിറ്റി, ഓപ്ഷൻ സി ഹൈ പെർമിയബിലിറ്റി, ഓപ്ഷൻ ഡി ലോ പെർമിയബിലിറ്റി. അപ്പോൾ എന്തായിരിക്കും അതിനുള്ള റീസൺ? അപ്പോൾ മനസ്സിലാക്കുക, സ്റ്റീലിനെ മാഗ്നറ്റൈസ് ചെയ്യുക ഡിഫിക്കൽട്ടാണ്. അതിനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ പെർമിയബിലിറ്റി ആയതുകൊണ്ടാണ്. എന്താണ്? ലോ പെർമിയബിലിറ്റി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. വാട്ട് ഈസ് ദ എഫക്റ്റ് ഇഫ് വൺ സെൽ ഈസ് കണക്റ്റഡ് വിത്ത് റിവേഴ്സ് പൊളാരിറ്റി ഇൻ എ പാരലൽ കോമ്പിനേഷൻ സർക്യൂട്ട്? അതായത് ഇത് സെൽസ് ആൻഡ് ബാറ്ററീസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. അതായത് നമ്മൾ സെൽ സീരീസ് ആയി കണക്ട് ചെയ്യും, പാരലായി കണക്ട് ചെയ്യുന്നൊക്കെ ആ ഒരു കോമ്പിനേഷൻസ് ഒക്കെ നന്നായി നോട്ട് ചെയ്ത് പോവുക. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഏതെങ്കിലും ഒരു സെൽ, അല്ലേ, വാട്ട് ഈസ് ദ എഫക്റ്റ് ഇൻ വൺ സെൽ ഈസ് കണക്റ്റഡ് വിത്ത് പൊളാരിറ്റി, റിവേഴ്സ് പൊളാരിറ്റി. അതായത് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് സെല്ലിൽ കണ്ടിട്ടില്ലേ, രണ്ട് പൊളാരിറ്റികൾ, പോസിറ്റീവ് പൊളാരിറ്റി ഉണ്ട്, അതുപോലെ നെഗറ്റീവ് പൊളാരിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു പൊളാരിറ്റി നമ്മൾ റിവേഴ്സ് ആയി കണക്ട് ചെയ്യുക, അതായത് പോസിറ്റീവിന് പകരം നെഗറ്റീവ് ആവുകയോ അല്ലെങ്കിൽ നെഗറ്റീവിന് പകരം പോസിറ്റീവ് ആവുന്ന ആ ഒരു രീതിയിൽ നമ്മൾ ഈ സെല്ലിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതിൽ? ഇൻ പാരലൽ കോമ്പിനേഷൻ സർക്യൂട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അറിയാലോ, സീരീസ് കോമ്പിനേഷൻ ഉണ്ട്, പാരലൽ കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ ഒരു പാരലൽ കോമ്പിനേഷൻ സർക്യൂട്ടിൽ അപ്പോൾ എന്താണ്, ഒന്നിൽ കൂടുതൽ സെൽസ് നമ്മൾ കണക്ട് ചെയ്യും അല്ലേ. അപ്പോൾ അതിൽ എന്താണ് പൊളാരിറ്റി എന്താണ്, ഒന്ന് റിവേഴ്സായി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇറ്റ് വിൽ ഗെറ്റ് ഷോർട്ട് സർക്യൂട്ട് ആകും. അതെന്താ സംഭവിക്കുക? ഷോർട്ട് സർക്യൂട്ട് ആവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 80. ദ ഡീപോളറൈസർ ഈസ് യൂസ്ഡ് ഇൻ ഡ്രൈ സെല്ലീസ്. ഡ്രൈ സെല്ലിൽ യൂസ് ചെയ്യുന്ന ഡീപോളറൈസർ ഏതാണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കീ പ്രകാരം അവർ MnO3 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ ഇത് തെറ്റല്ലേ എന്നൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ കറക്റ്റ് ആൻസർ ഏതാണ്? MnO2 ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ MnO2 ആണ്. അപ്പോൾ ഡീപോളറൈസർ ഈസ് യൂസ്ഡ് ഇൻ ഡ്രൈ സെൽ. ഡ്രൈ സെല്ലിൽ യൂസ് ചെയ്യുന്ന ഡീപോളറൈസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? MnO2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. Two batteries, each of open circuit voltage 2 volt and internal resistance of 2 ohm are connected in parallel to supply a load of 2 ohm. The current supplied by the battery is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ട് ബാറ്ററീസ് ഉണ്ട് അല്ലേ. 2 batteries, ഈച്ച് ഓഫ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. അവിടുത്തെ വോൾട്ടേജ് എത്രയാണ് തന്നിട്ടുള്ളത്? രണ്ടിൻ്റെയും 2 volt ആണ്. അതുപോലെ അതിൻ്റെ റെസിസ്റ്റൻസ്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, 2 ohm ആണ്. അതെങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? പാരലൽ കണക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സർക്യൂട്ട് വരയ്ക്കണം. അപ്പോൾ എന്താ, ഒരു ബാറ്ററി ഉണ്ട്, 2 volt ബാറ്ററി, 2 batteries എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2 ആൾക്കാരുണ്ടാകും. അപ്പോൾ ഇങ്ങനെയായിരിക്കും. അതായത് ഇവിടെ 2 volt ഉണ്ട്, അതുപോലെ ഇവിടെയും 2 volt ഉണ്ട്. റെസിസ്റ്റൻസ് വാല്യൂ വന്നിട്ട് എത്രയാണ് തന്നിട്ടുള്ളത്? 2 ohm റെസിസ്റ്റൻസ് ഉണ്ട്, 2 ohm റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ സർക്യൂട്ട് വരച്ച് നോക്കാം കേട്ടോ ആദ്യം. അതെങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? പാരലൽ ആണ് അല്ലേ. പാരലൽ ടു എ സപ്ലൈ ലോഡ്. എന്തിലേക്കാണ് അത് കണക്ട് ചെയ്തിട്ടുള്ളത്? ഒരു ലോഡ്, സപ്ലൈ ലോഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുമെന്ന് വിചാരിക്കുക. ഇത് എന്താണ്? സപ്ലൈ ലോഡിൻ്റെ വാല്യൂ എന്താ തന്നിട്ടുള്ളത്? അതും 2 ohm ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെന്താ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്? കറണ്ട് സപ്ലൈഡ് ബൈ ദ ബാറ്ററി. കറണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. കറണ്ട് സപ്ലൈഡ് ബൈ ദ ബാറ്ററി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം കുറച്ച് ടൈം എടുക്കണ്ട, അതായത് എളുപ്പമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് നമുക്ക് എന്ത് വേണം? V ഇക്വലൻ്റ് കണ്ടുപിടിക്കണം. ആദ്യം ഇവിടെ എന്ത് ചെയ്യണം? V ഇക്വലൻ്റ് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ R ഇക്വലൻ്റും കണ്ടുപിടിക്കണം. അപ്പോൾ V ഇക്വലൻ്റ് കണ്ടുപിടിക്കാൻ ഉള്ള ഫോർമുല, അതായത് സെൽ എങ്ങനെയാണ്, രണ്ട് സെല്ലും പാരലൽ ആണ് അല്ലേ. അപ്പോൾ അതിനുള്ള ഫോർമുല വന്നിട്ട് E1 ബൈ R1 പ്ലസ് അതുപോലെ E2 ബൈ R2 ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? 1 ബൈ R1 പ്ലസ് 1 ബൈ R2 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ? V ഇക്വലൻ്റ് കിട്ടും. ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ E1 പറയുന്നത് എന്താ? 2. അതുപോലെ R1 പറയുന്നത് എന്താ? 2. അപ്പോൾ 2/2 പ്ലസ് 2/2 ബൈ 1/2 പ്ലസ് 1/2. അപ്പോൾ നിയർലി നമുക്ക് എന്താ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V ഇക്വലൻ്റ് എന്ന് പറയുന്നത്
2 വോൾട്ട് എന്ന് കിട്ടും കേട്ടോ. 2 വോൾട്ട് എന്ന് കിട്ടും. വി ഇക്വലൻ്റ് എന്ന് പറയും. ചെയ്ത് നോക്കുക. ഇതാണ് ഫോർമുല. അതായത് E1/R1. R1 ആണ് I1/R1 പ്ലസ് E2/R2 ഡിവൈഡഡ് ബൈ 1/R1 പ്ലസ് 1/R2 എന്ന ഫോർമുല നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി ഇക്വലൻ്റ് കിട്ടും. ഇതേപോലെ തന്നെ നമ്മൾ റെസിസ്റ്റൻസ് വാല്യൂ കാണണം. അതായത് R പാരലൽ RP എന്ന് ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. R പാരലൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പാരലൽ അല്ലേ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1/2 പ്ലസ് 1/2 ചെയ്താൽ മതി. അപ്പോൾ നിയർലി എത്രയാണ് കിട്ടുക? നമുക്ക് കിട്ടുന്ന R പാരലൽ എന്ന് പറഞ്ഞാൽ 2/2 ദാറ്റ് ഈക്വൽ ടു 1 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാം. കറണ്ട് കണ്ടുപിടിക്കേണ്ട ഫോർമുല നിങ്ങൾ തെറ്റിക്കുന്ന ഒരു കേസാണ്. അതായത് വി ഇക്വലൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വി ഇക്വലൻ്റ് കിട്ടി, R ഇക്വലൻറ്റും കിട്ടിയിട്ടുണ്ട്. കൂടെ എന്തുകൂടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ അതായത് I = V/R എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യും. പക്ഷേ ഇവിടെ ഒരു R ലോഡ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോർമുല ഇതിലേക്ക് ഓർത്ത് വയ്ക്കുക കേട്ടോ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ. അതായത് I = V ഇക്വലൻ്റ് ബൈ R ഇക്വലൻ്റ് പ്ലസ് RL എന്ന ഫോർമുല ഉപയോഗിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഇതിലെ ആൻസർ കണ്ടുപിടിക്കാൻ. അപ്പോൾ എന്താ കിട്ടുന്നത്? 2/1 + 2 എന്ന് വരും. അപ്പോൾ നിയർലി ഞാനിവിടെ ആൻസർ ചെയ്താണ് കേട്ടോ. നിയർലി 2/3 വരും. 2/3 = 0.66 ആംപിയർ ആണ് കിട്ടുക. അപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരും. ഓപ്ഷനിൽ 0.66 ആംപിയർ ഇല്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, അതായത് ഒരു ബാറ്ററി, അതായത് ടോട്ടൽ കറൻറ്റ് എന്ന് പറയുന്നത്, ഇവിടെ കൂടെ പോകുന്ന ടോട്ടൽ കറൻറ്റ് എന്ന് പറയുന്നത് 0.66 ആണ്. അപ്പോൾ ഈ 0.6 സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ 0.6 സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒരു ബാറ്ററിയുടെ കറൻറ്റ് സപ്ലൈ എന്തായിരിക്കും? ഇവിടെ 0.33 ആയിരിക്കും. മനസ്സിലാക്കിയോ? അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും, തെറ്റുണ്ടാകാൻ കൂടുതൽ ചാൻസ് ആണ്. അപ്പോൾ അങ്ങനെയൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ എന്താണ് ആദ്യം കണ്ടുപിടിച്ചത്? വി ഇക്വലൻ്റ് കണ്ടുപിടിച്ചു. അതായത് 2 വോൾട്ട്. അതായത് E1/R1 പ്ലസ് E2/R2 ബൈ 1/R1 പ്ലസ് 1/R2 എന്ന ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? വി ഇക്വലൻ്റ് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് കണ്ടുപിടിച്ചു? നെക്സ്റ്റ് എന്താണ് നമ്മൾ കണ്ടുപിടിച്ചത്? റെസിസ്റ്റൻസ് പാരലൽ ആകുമ്പോൾ ഉള്ളത്. അതായത് 1/2 പ്ലസ് 1/2 = എന്താ? 1 കിട്ടി അല്ലേ? 2/2 = 1 കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ്? കറണ്ട് കണ്ടുപിടിച്ചു. കറണ്ട് കണ്ടുപിടിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം എന്താ? വി ഇക്വലൻ്റ് ബൈ R ഇക്വലൻ്റ് മാത്രം ചെയ്താൽ പോരാ. അതിൽ എന്തുണ്ട്? സപ്ലൈ ലോഡ് ഉണ്ട്. പാരലൽ ടു സപ്ലൈ എ ലോഡ് ഓഫ് 2 ohm ഉണ്ട്. സോ വി ഇക്വലൻ്റ് ബൈ R ഇക്വലൻ്റ് പ്ലസ് RL ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2/3 അതായത് 0.66 എന്ന് കിട്ടുന്നതായിരിക്കും. 0.66 ആംപിയർ ആണ്. അത് സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പോൾ എങ്ങനെയാണ്? 0.33 ഓരോന്നിനും ഇതിലോട്ട് 0.33 ഇതിലോട്ടും 0.33 വരും. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 0.33 ആംപിയർ ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ക്വസ്റ്റ്യൻ നമ്പർ 20. 24 ohm and 8 ohm resistance are in parallel have a combined resistance of resistance value ആണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 24ഉം 8ഉം പാരലലായി കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് വാല്യൂ എങ്ങനെയാണ്? ഒന്ന് ആലോചിച്ചേ. ഏത് രീതിയിലായിരിക്കും? നമുക്ക് നോക്കാം. അതായത് 24 × 8 ഡിവൈഡഡ് ബൈ 24 + 8 പാരലൽ കോമ്പിനേഷൻ അല്ലേ? ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഏകദേശം ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ 32 എന്ന് വരും. 32 ക്രോസ് ചെയ്ത് പോകുമ്പോൾ 3 × 2 6 ohm എന്ന് കിട്ടും കേട്ടോ. ഏതായിരിക്കും? 6 ohm എന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. സിംപ്ലിഫൈ ചെയ്താൽ മതി, എളുപ്പമാണ്, ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. The control force employed in an indicating instrument which can be kept in any position is ഏതാണ്? The control force employed അല്ലേ? എന്താ പറഞ്ഞിട്ടുള്ളത്? The control force employed in an indicating instrument which can be kept in any position. നമ്മൾ എന്ത് കൺട്രോളിംഗ് ആണ് പറയുന്നത്? ഏത് പൊസിഷനിൽ ചെയ്യുന്നതിനെയും എന്ത് പറയാം? അതിനെന്ത് പറയാം? സ്പ്രിംഗ് കൺട്രോൾ എന്ന് പറയും. പിന്നെ ഗ്രാവിറ്റി കൺട്രോൾ ആണെങ്കിൽ അത് വെർട്ടിക്കൽ പൊസിഷനിലാണ് കേട്ടോ. ഞാൻ വി എന്ന് കൊടുക്കുന്നുണ്ട്. വെർട്ടിക്കൽ പൊസിഷനിലാണ് നമ്മൾ എന്താണ് ഗ്രാവിറ്റി കൺട്രോളിൽ മെയിനായിട്ട് പ്ലേസ് ചെയ്ത് വെക്കേണ്ടതെന്ന് കൂടി മനസ്സിലാക്കുക.
ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. ഇഫ് ദ മീറ്റർ കോൺസ്റ്റന്റ് മെൻഷൻ ഇൻ ദ മീറ്റർ ഈസ് 1500 revolution per kilowatt hour in one revolution, the energy consumption is, എനർജി കൺസപ്ഷൻ ആണ്. ഇതൊന്ന് നമ്മളൊന്ന് കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ കറക്റ്റ് ആൻസർ 60 വാട്ട് ആണ്, വാട്ട് മിനിറ്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം 1 കിലോവാട്ട് അവർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 1 കിലോവാട്ട് അവർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ എത്രയാണ് തന്നിട്ടുള്ളത്? 1500 ആണ് തന്നിട്ടുള്ളത് അല്ലേ? 1500 റെവല്യൂഷൻ എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ 1 റെവല്യൂഷൻ എത്രയാ? റെവല്യൂഷൻ വേണ്ട. അപ്പോൾ 1 റെവല്യൂഷൻ എന്ന് പറയുന്നത് എത്രയാ? 1 റെവല്യൂഷൻ എന്ന് പറയുന്നത് 1/1500 കിലോവാട്ട് അവർ. കിലോവാട്ട് അവർ അല്ലേ? മനസ്സിലായോ? 1 റെവല്യൂഷൻ ഈക്വൽ ടു 1/1500 കിലോവാട്ട് അവർ ആണ്. അപ്പോൾ 1 കിലോവാട്ട് എത്രയാ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? 1 കിലോവാട്ട് എന്ന് പറയുന്നത് 1 കിലോവാട്ട് എന്ന് പറഞ്ഞാൽ 1000 ആണ് അല്ലേ? 1000 വാട്ട്സ് അല്ലേ? 1000 വാട്ട്സ് ആണ് 1 കിലോവാട്ട്, അതായത് 10⁻³ വാട്ട്സ് ആണ്. 1 അവർ എന്ന് പറഞ്ഞാൽ എത്രയാ? 60 ആണ്. ഒന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് കൂടുതലായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യുകയൊന്നും വേണ്ട. അതായത് 10⁻³ അതായത് 10⁻³ ഡിവൈഡഡ് ബൈ 1500 ഇൻറ്റു 60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അതായത് നിയർലി ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 40 വാട്ട് മിനിറ്റ്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതായത് 1 കിലോവാട്ട് അവറിൽ എത്ര റെവല്യൂഷൻ ആണ്? 1500 റെവല്യൂഷൻ ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മീറ്റർ കോൺസ്റ്റന്റ് ആണ്. മീറ്റർ കോൺസ്റ്റന്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് 1 കിലോവാട്ട് അവറിൽ എങ്ങനെയാണ്? 1500 റെവല്യൂഷൻ ആണ്. അപ്പോൾ 1 റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/1500 കിലോവാട്ട് അവർ ആയിരിക്കും. അപ്പോൾ നമുക്കറിയണം എന്ത്? 1 കിലോവാട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 1000 വാട്ടാണ്. അതായത് 10⁻³ വാട്ട്സ് ആണ്. നമുക്ക് അറിയാവുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അത് അല്ലേ? അപ്പോൾ 1 കിലോവാട്ട് അവർ, അതായത് 1 അവർ എത്രയാ? 60 മിനിറ്റ് അല്ലേ? അപ്പോൾ അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്തു. അതായത് 10⁻³ ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 1500 അത്രയേ ഉള്ളൂ. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 40 വാട്ട്സ് എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 23. മാക്സ്വെൽ വെയിൻ ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ്. എന്തിനാണ് നമ്മൾ അതായത് നമ്മൾ മെഷർമെൻറ്റ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രിഡ്ജസ് പഠിക്കും. AC ബ്രിഡ്ജസ്, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബ്രിഡ്ജസ് നമ്മൾ നോട്ട് ചെയ്ത് പോകേണ്ടതാണ്. അതിൽ മാക്സ്വെൽ വെയിൻ ബ്രിഡ്ജ് എന്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? എന്ത് മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, next question. The line voltage of a delta connected 3-phase circuit is 450 volt. The phase voltage is, അപ്പോൾ നമ്മൾ സ്റ്റാർ കണക്ഷൻ, ഡെൽറ്റ കണക്ഷൻ, സ്റ്റാർ ടു ഡെൽറ്റ കൺവേർഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ലൈൻ വോൾട്ടേജ് ഓഫ് എ ഡെൽറ്റ കണക്റ്റഡ് 3-phase സർക്യൂട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? 450 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഫേസ് വോൾട്ടേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡെൽറ്റയിൽ എങ്ങനെയാണ്? ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു VL ഈക്വൽ ടു എന്താ പഠിച്ചിട്ടുള്ളത്? V ഫേസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ലൈൻ വോൾട്ടേജ് എന്തിന് ഈക്വൽ ആണ്? ഫേസ് വോൾട്ടേജിന് ഈക്വൽ ആണ് പഠിച്ചിട്ടുണ്ട്. സോ ഇവിടുത്തെ ലൈൻ വോൾട്ടേജ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാ? 450 വോൾട്ട് ആണ്. അപ്പോൾ ഫേസ് വോൾട്ടേജും ഇത് തന്നെയാണ്, 450 വോൾട്ട് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ കോൺസെപ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 25. In a 3-phase star connector resistive load, the resistance of each phase is 50 ohm. If one of the resistance is removed and 200 volt supply is given, the absorbed power will be. Absorbed power ആണ് കണ്ടുപിടിക്കേണ്ടത്. പവർ ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്താ? 3-phase star connected resistive load. ക്വസ്റ്റ്യൻ നന്നായി റീഡ് ചെയ്യുക. എന്താണ്? ഒരു 3-phase star connected resistive ലോഡിൽ റെസിസ്റ്റൻസ് ഓഫ് ഈച്ച് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഓഫ് ഓരോ ഫേസും എത്രയാ? 50 ഓം ആണ്. വൺ ഓഫ് ദ റെസിസ്റ്റൻസ് ഈസ് റിമൂവ്ഡ്. അതായത് എൻ്റെ കണക്ഷൻ ഏത് രീതിയിലാണ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. സ്റ്റാർ കണക്ഷൻ അല്ലേ? അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും കണക്ഷൻ. അപ്പോൾ ഓരോന്നും എത്രയാ? 50 അല്ലേ? 50 ഓം. ഇവിടെയും 50 ഓം. 50 ഓം ആണ്. പിന്നെന്താ? ഒരു സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതിലേക്ക് ഒരു സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സപ്ലൈ കണക്ട് ചെയ്യുന്നുണ്ട്. സപ്ലൈ വോൾട്ടേജ് എത്രയാണ്? 200 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. 200 വോൾട്ട് എന്ന് സപ്ലൈ വോൾട്ടേജ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കണക്ഷൻ കേട്ടോ. അപ്പോൾ ഈ ഒരു കണക്ഷനിലോട്ട് ഞാൻ എൻ്റെ ഈ ഒരു
റെസിസ്റ്ററിനെ റിമൂവ് ചെയ്യാണ്. ഇതിന് ഞാൻ എന്ത് ചെയ്തു, R എന്ന് കൊടുക്കുക, റിമൂവ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ സർക്യൂട്ട് എന്തായി, ഈ ഒരു രീതിയിലായില്ലേ, ഇങ്ങനെയായില്ലേ, ഈ ഒരു രീതിയിലാണ് എൻ്റെ സർക്യൂട്ട്. 50 ഓം ഉണ്ട് കേട്ടോ, മറക്കരുത്. ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ എൻ്റെ സർക്യൂട്ട് ഇരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? പവർ P ഈക്വൽ ടു V സ്ക്വയർ, പവർ P ഈക്വൽ ടു V സ്ക്വയർ ബൈ R അല്ലേ? ആ ഫോർമുല അറിയാലോ. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? 200 അല്ലേ? വോൾട്ടേജ് വന്നിട്ട് എങ്ങനെയാണ്? 200. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഈ ഇക്വേഷനിലേക്ക് 200 ഇൻറ്റു 200 അല്ലേ? 200 ഹോൾ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എങ്ങനെയാ? രണ്ട് 50-50 റെസിസ്റ്റൻസ് ഇല്ലേ? അത് ഏത് രീതിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്? സീരീസ് കണക്ഷനിലാണ്. അപ്പോൾ 50 + 50 ഈക്വൽ ടു എത്രയാ? 100 ആണ് അല്ലേ? 100 ആണ്. അപ്പോൾ ഇങ്ങനെ വരും, 200 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 400 വാട്ടിന് ആൻസർ കിട്ടും കേട്ടോ. 400 വാട്ടിന് നമുക്കിവിടെ ആൻസർ കിട്ടും. അപ്പോൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതാണ് സർക്യൂട്ട്, സ്റ്റാർ കണക്ഷൻ ആണ്. അതിൽ എന്താണ്, ഒരു റെസിസ്റ്റൻസിനെ ഞാൻ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താണ്, പവർ കണ്ടുപിടിക്കണം. പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ V സ്ക്വയർ ബൈ R ആണ്. അപ്പോൾ ഇവിടുത്തെ V എന്ന് പറയുന്നത് 200 വോൾട്ട് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ 200 സ്ക്വയർ അല്ലെങ്കിൽ 200 ഇൻറ്റു 200 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് വാല്യൂ എങ്ങനെയാണ്? അതിപ്പോൾ സീരീസ് ആയതുകൊണ്ട് 50 + 50 100, അതാണ് 100 വന്നത് കേട്ടോ. അപ്പോൾ 400 വാട്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26. ദ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ 4 ഫിംഗർ ഇൻഡിക്കേറ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? നമ്മൾ മാഗ്നറ്റിസത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ മെഷീൻസിലൊക്കെ ഇത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിലെ ഓരോ ഫിംഗറും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതായത് റൈറ്റ് ഹാൻഡ് റൂൾ പഠിക്കുമ്പോഴും നോട്ട് ചെയ്യുക, ഓരോ ഫിംഗേഴ്സ് എന്തിനൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഹാൻഡ് റൂൾ നോക്കുമ്പോൾ നോക്കി വയ്ക്കുക. ഓക്കെ, അതായത് 3 ഫിംഗേഴ്സിന് നമ്മൾ ചെയ്യുകയല്ല, എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ 4 ഫിംഗർ, മിഡിൽ ഫിംഗർ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, 4 ഫിംഗർ, എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ നോട്ട് ചെയ്യുക. എന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം 4 ഫിംഗർ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? 4 ഫിംഗർ ഫോർ ഫീൽഡ്, F4, 4 ഫിംഗർ ഫോർ ഫീൽഡ്. അത് നോട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, F4 ഫീൽഡ്. അപ്പോൾ എന്തിനെയാണ്? ഡയറക്ഷൻ. ഇവിടെ 4 ഫിംഗർ അല്ലേ? F4 എന്താ? ഫീൽഡ്. സോ ഡയറക്ഷൻ ഓഫ് ഫീൽഡിനെയാണത് കാണിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 27. എ കറന്റ് ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ്. കറന്റ് ട്രാൻസ്ഫോമർ എന്തിനാണ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്? കറന്റ് എന്ന് എഴുതരുത് കേട്ടോ, കറന്റ് ട്രാൻസ്ഫോമർ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കറന്റ് ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത് വോൾട്ടേജിനെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 28. ഹണ്ടിങ് ഒക്കറിൻ. ഹണ്ടിങ് എന്തിലാണ് ഒക്കർ ചെയ്യുന്നത്? ഏത് മോട്ടറിലാണ്? ട്രാൻസ്ഫോമറിലാണോ, ഇൻഡക്ഷൻ മോട്ടറിലാണോ, സിങ്ക്രണസ് മോട്ടറിലാണോ, DC മോട്ടറിലാണോ? ഏതിലാണ് ഹണ്ടിങ് ഒക്കർ ചെയ്യുന്നത്? നമ്മളുടെ സിങ്ക്രണസ് മോട്ടറിലാണ് അല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇതൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 29. ദ സിസ്റ്റം എർത്തിങ് ഈസ് ഡൺ അറ്റ്. അതായത് നമ്മൾ എർത്തിങ് പഠിക്കില്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എർത്തിങ്, പ്ലേറ്റ് എർത്തിങ്, പൈപ്പ് എർത്തിങ്, സിസ്റ്റം എർത്തിങ്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എർത്തിങ്സ് നമ്മൾ പഠിച്ചു പോകേണ്ടതാണ്. അപ്പോൾ സിസ്റ്റം എർത്തിങ് എവിടെയാണ് നടക്കുന്നത്? സാധാരണ സബ്സ്റ്റേഷൻ പോലുള്ളത്, അല്ലെങ്കിൽ ജനറേറ്റിംഗ് സ്റ്റേഷൻ. ഇതിൽ തന്നിട്ടുള്ളത് ജനറേറ്റിംഗ് സ്റ്റേഷനാണ്. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സബ്സ്റ്റേഷൻ എന്ന് ഓപ്ഷൻ തരാറുണ്ട്. അപ്പോഴും അവിടെ എന്ത് തന്നെയാണ് ചെയ്യുന്നത്? സിസ്റ്റം എർത്തിങ് തന്നെയാണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? നമ്മളുടെ ജനറേറ്റിംഗ് സ്റ്റേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിസ്റ്റം എർത്തിങ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ എർത്തിങ്ങുകളും എവിടെയൊക്കെയാണ് ചെയ്യുന്നത് നോട്ട് ചെയ്യുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എർത്തിങ് ഉണ്ടെന്നറിയാം. എല്ലാ എർത്തിങ്ങിനും പഠിച്ചു പോവുക. തിയററ്റിക്കലാണ്, വാല്യൂസും കാര്യങ്ങളും ഒക്കെ നോട്ട് ചെയ്ത് തന്നെ പഠിച്ചു പോകണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. എൻ എക്സാമ്പിൾ ഓഫ് കോൾഡ് കാഥോഡ് ലാമ്പ്. കോൾഡ് കാഥോഡ് ലാമ്പിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് ഏതാണ്? വളരെ എളുപ്പമുള്ളതാണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിയോൺ ലാമ്പാണ് നമ്മളുടെ കോൾഡ് കാഥോഡ് ലാമ്പിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. അപ്പോൾ കൺഫ്യൂഷൻ വരും. അതായത് നമ്മൾ രാത്രി കാലങ്ങളിൽ റെസ്റ്റോറൻറ്റിലൊക്കെ കണ്ടിട്ടില്ലേ, അവിടെയൊക്കെയാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. അപ്പോൾ കോൾഡ് കാഥോഡ് ലാമ്പിന് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ നിയോൺ ലാമ്പാണ്. റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കോൾഡ് കാഥോഡ് ലാമ്പ് ഉള്ള എക്സാമ്പിൾ കേട്ടോ. അപ്പോൾ ഇതാണ് നിയോൺ ലാമ്പാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നന്നായി പഠിക്കുക. ഓരോ ടോപ്പിക്ക് കവർ ചെയ്യുമ്പോഴും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.